നമഃ ശിവായ ശിവായ നമഃ ഓം ശിവായ നമഃ ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ തിമിലയിൽ ഭഗവാന്റെ തൃപ്പാദം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വേങ്ങശ്ശേരി തിമില ശിവക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധതരം പരിപാടികളും പൂജകളും ഘോഷയാത്രകളും എല്ലാം നിങ്ങളിലേക്കൊരു വീഡിയോയായി ഞങ്ങൾ എത്തിക്കുകയാണ്. ആരും കാണാൻ മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പരിപാഹി മനസ്സിൽ നിറഞ്ഞു യദുവംശനായക ഹരിയോ ഹരി ഹരി ഹരിയോ ഹരി ഹരി.
ലങ്ക കിലുങ്ങി. കാടും മേടും പൂത്തുലഞ്ഞു കളിത്തൊഴിമാരും വന്നു കനകച്ചിലങ്ക കിലുങ്ങി. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. മൃദംഗം ഇരുതൊടി താളം തക്കിട തരികിട ധിമികിട മേളം. മൃദംഗം ഇരുതൊടി താളം തക്കിട തരികിട ധിമികിട മേളം. നടനത്തിനരങ്ങൊരുങ്ങി. മൃദംഗം ഇരുതൊടി താളം തക്കിട തരികിട ധിമികിട മേളം. നടനത്തിനരങ്ങൊരുങ്ങി. കണ്ണ വരിക നീ അണിഞ്ഞൊരുങ്ങി. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ചുവടു മറന്നതിന്റെ അടവു പിഴച്ചതിന്റെ ഇടയ്ക്കു നിൻ രാധ വന്നെന്നോ. ചുവടു മറന്നതിന്റെ അടവു പിഴച്ചതിന്റെ ഇടയ്ക്കു നിൻ രാധ വന്നെന്നോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. ആലിലക്കണ്ണ വേഗമായോ നീ കളിയാടാനും പാടാനും ഓടിവായോ. യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യമായി പ്രാർത്ഥന. അതിനുവേണ്ടി ഞങ്ങളുടെ മാതൃസമിതി അംഗം ശ്രീമതി ജയശ്രീയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി തിമിലിൽ ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ വിനോദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ തിരുമലയിൽ ശിവക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തുന്നത്. നമ്മുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹത്തിൻ്റെ സഫലീകരണം കൂടിയാണ് നമ്മുടെ ക്ഷേത്രക്കുളത്തിൻ്റെ പുനരുദ്ധാരണം. അത് തന്നെ നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ തന്നെ
നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും നേരത്തെ എല്ലാ പണികളും നമുക്ക് തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മളോട് സഹകരിച്ചത് കുറേ പേരുടെ കഠിനാധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. അതെല്ലാം ഇവരുടെയും കഠിനാധ്വാനവും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കടമയാണ്. അപ്പം ഞാൻ അതിലേക്ക് തന്നെ കിടക്കുന്നു. ആദ്യമായി നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ഡോക്ടർ വിലാസചന്ദ്രൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വിലാസചന്ദ്രേട്ടൻ നല്ലൊരു സാഹിത്യകാരൻ കൂടിയാണ് കേട്ടോ. നമുക്കെല്ലാം സുപരിചിതമായ വ്യക്തിയാണ്. എങ്കിൽ കൂടെ കുറെ പേർക്ക് വിലാസചന്ദ്രേട്ടനെ അറിയുന്നുണ്ടാവില്ല. നമ്മുടെ മുൻപത്തെ നബാർഡിന്റെ ചെയർമാനായിരുന്നു വിലാസചന്ദ്രേട്ടൻ. വിലാസചന്ദ്രേട്ടന്റെ പല കൃതികളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രചനയാണ് അദ്ദേഹത്തിന്റെ. അടുത്തതായി ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാമചന്ദ്രനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ വേങ്ങശ്ശേരിയിലെ മറ്റു ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര ഭാരവാഹികളെ കൂടി നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യമായി നമ്മുടെ പുതുക്കൊങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹിയായ ഹരിനാരായണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വയങ്കാവ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ആരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവരെ കൂടി ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ കാരൻകുളം വിഷ്ണു ക്ഷേത്രം. ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞൊരു ക്ഷേത്രമാണ് നമ്മുടെ വിഷ്ണു ക്ഷേത്രം വേങ്ങശ്ശേരിയിലെ. അതിന്റെ ഭാരവാഹിയായ അനൂപിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കമ്പംകുളം ക്ഷേത്രത്തിലെ ഭാരവാഹിയായ മണികണ്ഠൻ അവരുടെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വേദിയിൽ ഇരിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ രക്ഷാധികാരി ഗോപാലകൃഷ്ണേട്ടൻ നമ്മുടെ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ആ ഗോപാലകൃഷ്ണേട്ടനെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ആയ മനോഹരൻ, നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നെടുത്തൂണാണ് മനോഹരൻ. മനോഹരനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സി ആർ നാരായണൻകുട്ടിയേട്ടൻ നമ്മുടെ വേദിയിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഫിമയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആണ് നാരായണൻകുട്ടിയേട്ടൻ. നാരായണൻകുട്ടിയേട്ടനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ചാത്തൻചിറ ശിവക്ഷേത്രത്തിലെ പ്രതിനിധി ആരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അവരും വരും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. അവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾക്ക് കുറച്ച് അനുമോദനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഉയർന്ന പരീക്ഷകളെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കിയ കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതി അംഗം കൂടെ ആയ പ്രിയദർശിനിയുടെ മകൾ സനിക ലക്ഷ്മിയാണ് ഒന്ന്. അവളുടെ ആയുർവേദ ഡോക്ടറേറ്റ് പാസ്സായിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു വേങ്ങശ്ശേരിയിലേക്ക് ഒരു ആയുർവേദ ഡോക്ടറേറ്റ് കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് സനിക. പിന്നെ നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ തന്നെ സിന്ധുവിന്റെ മകൾ സംഗീത ഇപ്പോൾ ഫാർമസി കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു ഫാർമസിസ്റ്റിനെ കൂടി നമുക്ക് വേങ്ങശ്ശേരിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സംരക്ഷണ സമിതിയിലെ ഒരു അംഗമായ രാധയുടെ മകൾ ഹരിത, ഒരു നമുക്കൊരു എയർ ഹോസ്റ്റസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് വേങ്ങശ്ശേരിക്ക്. ഹരിതയെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സംരക്ഷണ സമിതിയുടെ വേറൊരു അംഗമായ അജിതയുടെ മകൾ അരുണ സിവിൽ എഞ്ചിനീയർ ആയിരിക്കുകയാണ്. ഒരു വേങ്ങശ്ശേരിയിൽ പുതിയൊരു സിവിൽ എഞ്ചിനീയറായ അരുണയെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇരിക്കാൻ യോഗ്യതയുള്ളവരും ഒരു അയോഗ്യതയില്ലാത്തവരുമാണ്. ഇവിടെ ചുരുങ്ങിയ ആളുകളല്ലേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് പേരെ നമ്മൾ ക്ഷണിച്ചത്. അത് പുറമേ ആരും ക്ഷണിച്ചിട്ടില്ല. ഈ നാട്ടിലെ ക്ഷേത്ര കമ്മിറ്റിയുടെ, അതായത് വേങ്ങശ്ശേരിയിലെ 5 പ്രധാന ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളെ കമ്മിറ്റിയാണ് മാത്രമാണ് ക്ഷണിച്ചത്. പുറമെ നാരായണൻകുട്ടിയേട്ടൻ, നമ്മുടെ നേരത്തെ പറഞ്ഞ കേരള വെടിമരുന്നിൻ്റെ അസോസിയേഷൻ പ്രസിഡന്റ്, ക്ഷേത്രവും ബന്ധപ്പെട്ട ഒരാൾ, ആശംസ അർപ്പിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആരിന്ന് ചേർന്നൊരു കുളവും വേണം. അതിവിടെ അന്വർത്ഥമായിരിക്കുകയാണ്. ഈ ക്ഷേത്രകുളം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീർണോദ്ധാരണം നടത്തണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഉദ്ഘാടന വേദിയിൽ ഇരിക്കേണ്ടത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ വിലാസചന്ദ്രൻ എന്ന വിലാസേട്ടൻ ഇന്ന് ഉദ്ഘാടകനായി ഈ സ്റ്റേജിൽ ഇരിക്കുന്നു. കാരണം എൻ്റെ ചെറുപ്പത്തിൽ 84-87 കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് അതല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചത് വടിക്കേറ്റിൽ നാരായണൻ നായർ എന്ന അപ്പുമാഷും അവരുടെ മകൾ വിജയൻ എന്ന് പറഞ്ഞ അവരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആണ് അങ്ങനത്തെ ആ കുടുംബങ്ങളെ ആദരിക്കാൻ ക്ഷേത്ര സംരക്ഷണ സമിതികൾ വഴി കാണിക്കരുത് എന്നൊരു സന്ദേശമാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിലെ സജ്ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് വിലാസചന്ദ്രനെ ഞങ്ങൾ ഉദ്ഘാടകനായി നിശ്ചയിച്ചത്. ഈ ക്ഷേത്രകുളം നവീകരണ പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബദ്ധതകളൊക്കെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നുമില്ലാത്ത ഈ അമ്പലത്തെ ഈ നിലവിൽ എത്തിക്കാൻ ഭഗവാൻ തുണയായിരുന്നു എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രകുളവും നമുക്കിങ്ങനെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ലെവലിലെത്തിയത്. ഈ സജ്ജനങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സെക്രട്ടറിയൊക്കെ ശരിക്കൊരു തൊഴിലാളിയെക്കാളും കൂടുതൽ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിരുന്നത്. അങ്ങനെ ഓരോ ഈ ക്ഷേത്രത്തിലെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ ഇവിടെ ശരിക്കും ഈ കമ്മിറ്റിയെക്കാട്ടിലും കഠിനാധ്വാനം ചെയ്യുന്നത് ഇവിടുത്തെ അമ്മമാരാണ്, മാതൃസമിതിയാണ്. മാതൃസമിതിയിൽ എൻ്റെ അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഞങ്ങൾക്ക് എന്താ പറയാം, ഞങ്ങൾക്ക് വളരെ സൂക്ഷിച്ചാണ്. ഏതൊരു കാര്യത്തിൽ നിങ്ങൾ കണ്ടു പിരിവ് നട്ടുച്ച നേരത്തിന് പിരിവിന് നടക്കുന്ന അമ്മമാരെ ഇവിടെ കാണാം. ഉദയത്തെ സ്റ്റേജിലേക്ക് വരും. വായക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ശരിക്കും 2024 പണി പൂർത്തീകരിക്കാൻ തയ്യാറെടുത്ത ഒരു ക്ഷേത്രകുളം 2025 പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് പിന്നിൽ ചിലപ്പോൾ അനൂപ് പറയുമായിരിക്കും. ഞങ്ങള് വേങ്ങശ്ശേരിയിലെ വിഷ്ണു ക്ഷേത്രം ആദ്യം വളരട്ടെ, അത് പൊങ്ങി അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രകുളം ശ്രദ്ധിക്കാം എന്നുള്ള അവിടുത്തെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് എന്നോട് പറയണ്ടായി, രാമേട്ട ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഈ കയറുകുളം വിഷ്ണു ക്ഷേത്രം വേങ്ങശ്ശേരിക്കാർ തന്നെയാണല്ലോ, പുറമേന്നല്ല. നമ്മളെല്ലാ ക്ഷേത്രവും നമ്മുടെ കാണുന്ന ടീമാണ്. വേങ്ങശ്ശേരിയിലെ എല്ലാ ക്ഷേത്രവും വേങ്ങശ്ശേരിക്കാരുടെ. അപ്പോൾ അതുകൊണ്ട് ആ വിഷ്ണു ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ് തിരുവല്ലയിലെ അമ്പലകുളത്തിന്റെ പണി ഞങ്ങൾ ആരംഭിച്ചത് എന്ന് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അതോടൊപ്പം തന്നെയാണ് വയങ്കാവിലെ നടപ്പുര പണി തുടങ്ങിയത്. എന്നാൽ അത് രണ്ടും കൂടി ഏകദേശം പൂർത്തിയാവുമ്പോൾ നമുക്ക് തന്നെ ധൈര്യമുണ്ട് ക്ഷേത്രകുളം പൂർത്തിയാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്. പണി തുടങ്ങിയ സമയത്തൊക്കെ പലരും ഞങ്ങളെ പരിഹസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, എവിടെ കാണിക്കുമെന്ന് കാണാലാവെന്ന് പറഞ്ഞവരുണ്ട്. ദൈവമാണ് ആള് എവിടെ നടത്തിയെന്ന് എനിക്ക് പറയണം. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിനും ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനും വിലാസചന്ദ്രനെ ക്ഷണിക്കുന്നു. മതി.
ഓം വിഘ്നേശ്വരായ നമ, ഓം ബ്രഹ്മ വിഷ്ണു മഹേശ്വരായ നമ, ഓം നാരായണായ നമ, ഓം നമ ശിവായ. ശിവം ശിവം ശിവോ ശിവമയം, സർവം ശിവസ്തുതിമയോമയം, ശൈവചൈതന്യ പ്രഭാവിലാസം, ശരണമന്ത്രമുദ്രിതമന്തരീക്ഷം. അതാണ് നമ്മുടെ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തിലും ഇപ്പോഴുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ വേനിശ്ശിയുടെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. വേനിശ്ശിയുടെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചെന്നെത്തിയത് ഒരു വനാന്തരത്തിലായിരുന്നു. അന്ന് നമ്മുടെ നാട് ഒരു കാടായിരുന്നു, വനനിബിഡമായിരുന്നു. ഈ വനനിബിഡമായ സ്ഥലത്ത് ഒരുപാട് താമസന്മാരും രജിസ്ട്രേഷന്മാരും ഉണ്ടായിരുന്നു. അവർ ആ കാലത്ത് ആദിഗുരുവായ ആദിയോഗിയായ ശിവഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നു. അതുമാത്രമല്ല, യോഗ്യവര്യന്മാർ ദീക്ഷ സ്വീകരിക്കുന്നത് മഹാശിവരാത്രി ദിവസമാണ്. അതാണ് ഇത് കാണുമ്പോഴും എൻ്റെ മനസ്സിൽ വ്യാമോഹം തോന്നുകയാണ്. കാരണം തൃശ്ശൂർ പേരുള്ള പൂരം പോലെ വേങ്ങശ്ശേരി ഒരു പൂരം വരില്ലേ, വേങ്ങശ്ശേരി പൂരം ഉണ്ടായിക്കൂടെ? ഇത് വ്യാമോഹമാണെന്ന് എനിക്കറിയാം. ഒരു പക്ഷേ എൻ്റെ ആയുസിൻ്റെ കാലത്തായിരിക്കില്ല, ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് സാധ്യമായിരിക്കും. അതുപോലെ കാശിയിൽ ഗംഗാതീരത്ത് ആരതി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അനിവാച്യമായ അനുഭൂതിയാണത്. ഇന്നലത്തെ പ്രഭാപ്രകടനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപക്ഷെ ഒരു കാലം നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ തീരത്തും ഇതുപോലെ ഒരു ആരതി ഉണ്ടായിരിക്കാം, ആരതി വന്നേക്കാം. ഇതെൻ്റെ വ്യാമോഹമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് സാധ്യതമാകണേ എന്ന് ജഗദീശ്വരോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത് വരികയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ പുണ്യം, നമ്മുടെ നാട് പുണ്യം ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇപ്പോൾ ആദരിക്കപ്പെടുന്ന ലിസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് അതിശയം തോന്നുകയായിരുന്നു. ഏതെല്ലാം മേഖലകളിലാണ് വേങ്ങശ്ശേരിക്കാർ വ്യാപിച്ചിരിക്കുന്നത്. ഈ വേങ്ങശ്ശേരിക്കാരെല്ലാം ഒരുപക്ഷെ ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ച് ഓരോ പരീക്ഷ കഴിയുമ്പോഴും മാർക്കിന് വേണ്ടിയിട്ട് കേണപേക്ഷിച്ചുള്ള വ്യക്തിയാണ് ഞാൻ. അത് എനിക്കറിയാം. എന്നെ ഞാനാക്കിയത് തിമിരത്തേവരുടെ അനുഗ്രഹമാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നു, വേങ്ങശ്ശേരിക്കാരാക്കുന്നത് തീർച്ചയായും തിമിരത്തേവരുടെ അനുഗ്രഹമാണ്. ഇനി ഞാൻ ചടങ്ങിലേക്ക് കിടക്കട്ടെ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണിയാണ് ശ്രീകൃഷ്ണ ജയന്തി. ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ് വരുണദേവൻ പ്രസാദിച്ച് പാലാഴി തന്നെ പാലിലേക്ക് ഒഴുക്കിയത് എന്ന് പറയുന്നത്. അത്രയും വലിയ മഴയായിരുന്നു, ഒരു കുടം പോലെയായിരുന്നു തുള്ളി വെള്ളം വന്ന് വീണിരിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ച് വായിച്ചോർത്തതിനെ പറ്റി അറിയാം. അതുപോലെ തന്നെ ശിവഭഗവാൻ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചൂടുന്ന ചന്ദ്രഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് രോഹിണി നക്ഷത്രം. അതോടൊപ്പം ബ്രഹ്മ മഹാദേവനും വിശ്വകർമാവിനും ഇഷ്ടപ്പെട്ട ദിവസമാണ് ഈ ഒരു സുദിനം. ഈ ഒരു സുദിനം തന്നെ ഈ ഉദ്ഘാടനത്തിനായി വന്ന നിമിത്തമായിരിക്കാം, പക്ഷേ അത് ദൈവാനുഗ്രഹമാണ്. ഞാൻ ഈ അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ക്ഷേത്ര സമിതിയുടെ നല്ലവരായ നാട്ടുകാരെയും അതുപോലെ തന്നെ നേതൃത്വപാഠവും അസാമാന്യ നേതൃത്വപാഠവും കാണിക്കുന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും മാതൃസമിതിയുടെയും പ്രചോദനാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന തിരുവപ്പുറം ദേവസ്വത്തിൻ്റെ പ്രതിനിധികളുടെയും വേങ്ങശ്ശേരിയിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രതിനിധികളെയും അതോടൊപ്പം നമ്മുടെ പൂർവികന്മാരായ ഋഷിവര്യന്മാർ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പൂർവികരുടെ എല്ലാം അനുഗ്രാശിസ്സുകളുടെ വെളിച്ചത്തിൽ ഉദിച്ചുയരുന്ന സൂര്യപ്രഭ സാക്ഷിയാക്കി നമ്മുടെ നവീകരിച്ച ക്ഷേത്രക്കുളത്തിൻ്റെ ഉദ്ഘാടനം തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നു. ഈ ക്ഷേത്രവും ക്ഷേത്രക്കുളവും വരും നാളുകളിൽ ഈ ക്ഷേത്രത്തെ വേങ്ങശ്ശേരിയുടെ കൈലാസം എന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. ഈ ക്ഷേത്രക്കുളം വേങ്ങശ്ശേരിയുടെ മാനസരോവറാണ്. ഈ നമ്മുടെ കൈലാസവും നമ്മുടെ മാനസരോവരും, വേങ്ങശ്ശേരിയുടെ കൈലാസവും വേങ്ങശ്വര മാനസരോവരും വരും നാളുകളിൽ ഉത്തുംഗ ശൃംഗങ്ങളിലെത്തട്ടെ, നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, അതിനുവേണ്ടി ജഗദീശ്വരൻ കനിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഭാവം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി പുതുക്കുളങ്ങര ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹിയായിട്ടുള്ള ഹരിനാരായണൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
ഓം നമഃ ശിവായ. ഈ ശിവന്റെ അനുഗ്രഹത്താൽ ഈ ക്ഷേത്രകുളം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീമാൻ ഡോക്ടർ വിലാസ് ചന്ദ്രേട്ടനെ എൻ്റെ അഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ പരിപാടിക്ക് ആശംസ അറിയിക്കാൻ വിളിച്ച ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയോട് കൂടി എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഈ ക്ഷേത്രം വളരെ ഗംഭീരമായി ഉയരട്ടെ, മഹാക്ഷേത്രമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി, നമസ്കാരം. അടുത്തതായി വയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സംരക്ഷണ സമിതി ഭാരവാഹി ഉദയേട്ടനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. പങ്കെടുത്ത വിലാസേട്ടനും ബാക്കി എല്ലാ അമ്മമാർക്കും എൻ്റെ വിനീതമായ ആശംസകൾ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സന്തോഷം. അടുത്തതായി ശ്രീ കയറൻ വിഷ്ണു ക്ഷേത്രത്തിലെ ഭാരവാഹിയായിട്ടുള്ള ശ്രീമാൻ അനൂപിനെ ഈ വേദിയിലേക്ക് സാദരവും ക്ഷണിച്ചുകൊള്ളുന്നു. ഓം നമഃ ശിവായ. ഈ ഉദ്ഘാടന യോഗത്തിൽ ഈ നവീകരിച്ച ക്ഷേത്രക്കുളം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ വിലാസചന്ദ്രൻ അവറുകൾ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഈ ശിവക്ഷേത്രത്തിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള രാമചന്ദ്രേട്ടൻ തുടങ്ങി വേദിയിലിരിക്കുന്ന വിവിധ ക്ഷേത്ര സംരക്ഷണ സമിതികളുടെ ഭാരവാഹികൾ, നാരായണൻകുട്ടിയേട്ടൻ, സദസ്സിലിരിക്കുന്ന ഭക്തജനങ്ങളെ എല്ലാവർക്കും സാദര നമസ്കാരം. നേരത്തെ സ്വാഗതം പറഞ്ഞിട്ടുള്ള വിനോദ് സൂചിപ്പിച്ചു, വേങ്ങശ്ശേരിയിലെ ഒരു വിഷ്ണു ക്ഷേത്രമാണ് ശ്രീ കൈറൻ വിഷ്ണുദേവന്റെ ക്ഷേത്രം എന്നുള്ളത്. ചെറിയൊരു തിരുത്തലിനെ ആഗ്രഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്തിലെ തന്നെ, അമ്പലപ്പാറ പഞ്ചായത്തിൽ തന്നെ ആകെയുള്ള ചതുർബാഹു രൂപത്തിൽ പ്രതിഷ്ഠയുള്ള ഒരു വിഷ്ണു ക്ഷേത്രമാണ് ശ്രീ കൈറൻ വിഷ്ണു ക്ഷേത്രം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം അധ്യക്ഷ പ്രസംഗത്തില് പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു. സത്യത്തില് ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം തന്നെയായിരുന്നു അത്. ആശംസ അറിയിക്കാൻ വേണ്ടി ഞങ്ങളെ ക്ഷണിച്ച സമയത്ത് ഇവിടെ വന്ന ഒരു കടപ്പാട് കൂടി രേഖപ്പെടുത്തണം എന്ന് വിശ്വസിച്ചിരുന്നു. മറ്റൊന്നുമല്ല, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, ഒരുപക്ഷെ ഈ ക്ഷേത്രക്കുളത്തിന്റെ നവീകരണം കുറച്ചു കാലം മുമ്പ് തന്നെ പൂർത്തീകരിക്കപ്പെടേണ്ടതായിരുന്നു. ഞങ്ങള് വളരെ വലിയൊരു ബഡ്ജറ്റ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ബഡ്ജറ്റിലാണ് കൈറൻ വിഷ്ണുദേവന്റെ പണി ആരംഭിച്ചത്. ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റ് ആണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പൊ ഏതാണ്ട് തുടങ്ങിയൊരു പകുതി ആയപ്പോഴാണ് ക്ഷേത്ര സംരക്ഷണ സമിതി തിരുമല ശിവക്ഷേത്രത്തിന്റെ കുളം നവീകരിക്കുന്നതിന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് വരികയാണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വയങ്കാവിലെ ക്ഷേത്ര സംരക്ഷണ സമിതി ആനക്കൂട്ടിന്റെ പണിയായിട്ട് മുമ്പോട്ട് വരുന്ന കാര്യം അറിയുന്നു. ഞങ്ങൾക്ക് ഈ 2 ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഭാരവാഹികളെ കണ്ടൊരു കാര്യം ധരിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ 3 ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് 5 ക്ഷേത്രങ്ങളിലെയും ഭാരവാഹികൾക്ക് പോയി കാണാനുള്ള മുഖങ്ങൾ ഒരേ മുഖങ്ങളാണ് സാമ്പത്തികത്തിന്റെ കാര്യത്തിന് ആവശ്യമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അപേക്ഷ വെച്ചവരുടെ മുമ്പിൽ ഒരു ചെറിയ സാവകാശം എടുത്തുകൂടെ ഈ പ്രവർത്തനം തുടങ്ങാമെന്ന് അവര് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ആവാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. അതിന്റെ ഭാഗമായി തന്നെ ഏതാണ്ട് 3/4 ഭാഗത്തോളം പണി ഞങ്ങൾക്കൊരു 75 ലക്ഷം രൂപയിലധികം ചിലവാക്കിക്കൊണ്ട് ആ ക്ഷേത്രത്തിന്റെ 3/4 ഭാഗത്തോളം പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ബാക്കിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം അതാണ് പറഞ്ഞത്, സൂചിപ്പിച്ചത്. അപ്പൊ അതിനു വേണ്ടി എടുത്ത ഒരു സാവകാശത്തിന് ഒരു കടപ്പാട് ശ്രീ കൈറൻ വിഷ്ണുദേവന്റെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു കടപ്പാട് കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടാണ്ട് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മാത്രമല്ല, പൂജകളുടെയും അതുപോലെ തന്നെ താന്ത്രിക കർമ്മങ്ങളുടെയും എല്ലാം
നവീകരണ പ്രവർത്തനങ്ങളും തൊട്ടടുത്ത ക്ഷേത്രങ്ങളെ നേരത്തെ സൂചിപ്പിച്ച പോലെ പുനരുദ്ധീകരിക്കുന്നതിനുള്ള സഹായ സഹകരണങ്ങളും നടത്തുന്നതിന് ഇവിടുത്തെ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ജഗദീശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് അകവഴങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവീകരിച്ച ക്ഷേത്രകുളത്തിന്റെ ഉദ്ഘാടന യോഗത്തില് എല്ലാവിധ ആശംസകളും അറിയിക്കാൻ വേണ്ടി ഈ അവസരത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഞാൻ നിർത്താണ്. ശംഭോ മഹാദേവ. അടുത്തതായി ശ്രീ കമ്പകുളം പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ മണികണ്ഠൻ അവരെ ഈ വേദിയിലേക്ക് സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് മൈക്കിൽ കൂടെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷേ ഞാൻ കുറച്ച് വർഷങ്ങളായി ശ്രീ കമ്പക്കുളം പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇന്നുകൊണ്ട് ഇനി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. പിന്നെ വിലാസേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിലാസേട്ടൻ ഞാനൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രീ പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ പ്രദക്ഷിണ വരി വിരിച്ചായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് ആദ്യമായിട്ട് പുടവ തന്ന് ആദരിച്ച ഒരാളാണ്. അതിനുശേഷം ഒരുപാട് അമ്പലങ്ങളിൽ ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കുളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കല്ല് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ അടുത്ത് തന്നെ അത് ചെയ്യാമെന്ന് ഞാൻ കമ്മിറ്റി പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിലാസേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന് ശേഷം പിന്നെ മലബാർ ദേവസ്വം ബോർഡ് MR മുരളി സാർ അടക്കം എന്നെ വിളിച്ച് സ്വീകരണം തന്നു. അതിൽ വളരെയധികം നന്ദിയുണ്ട്. ഈ തിമിലയിൽ അമ്പലത്തിൽ കമ്മിറ്റിക്കാരെന്നെ വിളിച്ച് ഇവിടെ സ്റ്റേജിൽ ഇരുത്തിയതിലും ഈ ഭാരവാഹികൾക്ക് എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ CR നാരായണൻകുട്ടിയേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം സംസ്ഥാന തലത്തിൽ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ കമ്മിറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം നൽകിയ വിനോദൻ, മനോഹരൻ, ഈ ക്ഷേത്രകുളത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയ എൻ്റെ സുഹൃത്തും അതിലുപരി വേങ്ങശ്ശേരിക്കാരനുമായിരുന്ന വിലാസേന്ദ്രൻ, പിന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഞങ്ങളെക്കാട്ടിലൊക്കെ സീനിയറായിട്ട് വേങ്ങശ്ശേരി പറ്റി ആധികാരികമായിട്ട് പറയാൻ കുറച്ചുകൂടി ആധികാരികമായിട്ട് ഞങ്ങളെക്കാട്ടും കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആളാണ് ഗോവർഷനേട്ടൻ. നമ്മളോട് സംസാരിക്കുന്നത് വിചാരിക്കണേ അവസാനമായിട്ടെങ്കിലും ഗോവർഷനായിട്ട് എന്തെങ്കിലും പറയണം. കാരണം വേങ്ങശ്ശേരിയുടെ ചരിത്രം കൂടുതൽ അറിയുന്നത് ഞങ്ങളെക്കാട്ടും കുറച്ചുകൂടി കൂടുതലായിട്ട് പറയാൻ സാധിക്കും ഗോവർഷനേട്ടന്. അതേപോലെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ ഈ ഇതിലേക്ക് ക്ഷണിച്ചത് ഇപ്പോൾ ഒരു വെടിക്കെട്ടുകാരൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിട്ടാണ്, അല്ലാതെ വേങ്ങശ്ശേരിക്കാരനായിട്ടോ ഒരു ഭക്തനായിട്ടോ ഒന്നല്ല. എനിക്കതിൽ സന്തോഷമുണ്ട്, വിഷമമുണ്ട്. കാരണം അവർ ചിലപ്പോൾ വിചാരിച്ച് കാണും ഇവനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അവനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഏടാവണം ഉണ്ടാക്കുമോ എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരും ദൈവവിശ്വാസത്തിന് എതിരല്ല. അത് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളുടെ എതിരാളികളെ പ്രചരിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് വോട്ടിന് വേണ്ടിയിട്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു പറ്റുന്നതാണ്. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഞാനൊക്കെ വളരെ ചെറുപ്പം മുതൽക്ക് ഞാൻ വേറെ ഒരു പാർട്ടിയിലും ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ എതിർക്കാറുണ്ട്, പല കാര്യങ്ങളിലും യോജിപ്പില്ല. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറഞ്ഞിട്ടില്ല നിങ്ങൾ ദൈവത്തിൻ്റെ അവിടെ പോയിട്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ദൈവം നമുക്ക് ഇതാണെന്നൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറഞ്ഞില്ല. ഇതെല്ലാം
കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന വ്യാജ പ്രചരണമാണ്. അപ്പോൾ അത് എനിക്ക് വളരെ ദുഃഖമുണ്ടായിരുന്നു നിങ്ങളോട് പറയേണ്ടി വന്നേരം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ആവുമോ എന്ന് എനിക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും. ഇല്ല, അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ദൈവവിശ്വാസത്തിന് എതിരല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ദൈവവിശ്വാസിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരാണ്. അന്ധവിശ്വാസം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആൾക്കാർ അന്ധവിശ്വാസം നമ്മൾ എതിരാണ്. പിന്നെ നമ്മൾ കൂടുതൽ കാരണം ആത്മീയമായിട്ടുള്ളൊരു പ്രഭാഷണം വളരെ ചുരുങ്ങിയ രീതിയിലാണെങ്കിലും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിലാസൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ആശംസ അർപ്പിക്കൽ മാത്രമാണ് എൻ്റെ ജോലി. ഈ തിരുമലയിൽ ശിവക്ഷേത്രം ഒരു കാലത്ത് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നിങ്ങളെക്കാട്ടിലെല്ലാം നന്നായിട്ട് എനിക്കറിയാം. കാരണം ഇവിടെ ഒരു വിളക്കും തിരിയും കാണിക്കണമെങ്കിൽ ഒരു ദിവസം മുമ്പ് പോയിട്ട് നമ്മൾ പുതുക്കുളാനക്കാല അപ്പയ്യമ്പതിയോടോ മണിയമ്പതിയോട് പറയണം, നാളെ എനിക്ക് അവിടെ ഒരു നിവേദ്യം കഴിപ്പിക്കാനുണ്ട് എന്ന്. എന്നാൽ ഞാൻ ഒരു 10 മണിയാകുമ്പോഴേക്ക് അവിടെ വരാം കേട്ടോ. കുറച്ച് ചിലപ്പോൾ ഇവിടെ ഇതുണ്ടെങ്കിൽ കുറച്ച് നേരം വൈകുക. അദ്ദേഹത്തിൻ്റെ ആ ശൈലി ഞാൻ പറയുന്നതാണ്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. കുറുപ്പത്തരാവുന്നവരും രാവണിക്കുട്ടിയാരും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം കുളക്കണവിലോ അല്ലെങ്കിൽ അപ്പുറത്തെ ഇടത്തെ പാറയിലോ ഇരുന്ന് വേങ്ങശ്ശേരിയിലെ മിക്കവാറും ഈ ഭാഗത്തുള്ള ആൾക്കാർ കുളിക്കാനും തിരുമ്പാനും ഒക്കെ വന്നിരുന്ന ഒരു കുളമാണ്. ഞാനും എൻ്റെ ഒരു ചങ്ങാതി പ്രകാശൻ പച്ചേരി സുകുമാരൻ കുട്ടിയൊക്കെ മീൻ പിടിക്കാനും അത്യാവശ്യം ഈ കുളത്തിലെ രാത്രി മുഴുവനെ ഉറക്കൊഴിച്ചിരുന്നുണ്ട്. മീൻ ചാടുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കുളത്തിൻ്റെ പക്കത്ത് പേരക്കുളത്തിൻ്റെ പക്കത്തുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ ദൈവത്തിനെയോ അല്ലെങ്കിൽ ഇതിനെ പറ്റി ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് അറിയാം. അപ്പം ഞങ്ങൾ ദൈവ നിന്ദകളൊന്നും കാട്ടിയിട്ടുള്ള ആൾക്കാരുമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വിലാസിനൊക്കെ ഇവിടുന്ന് ജോലിയുടെ ഭാഗമായിട്ട് നാട് വിട്ടിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ എപ്പോഴെങ്കിലും വരവും പോക്കും എടുത്തു. ആദ്യം തന്നെ വിലാസേട്ടൻ്റെ അച്ഛൻ പടിക്കൽ നാരായണൻ നായരാണ് ഈ അമ്പല പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അതും എനിക്ക് നന്നായിട്ട് അറിയാം. അന്നത്തെ കാലത്ത് 2 രൂപയാണ് എനിക്ക് പിരിവ് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇവിടെ രാമേന്ദ്രൻ്റെ നേതൃത്വത്തിലാണെങ്കിലും മാതൃസമിതി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം സ്ത്രീകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈശ്വരവിശ്വാസം ഇല്ലാത്തവരെ അവരുണ്ടാക്കുന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നത്. തോട്ടശ്ശേരി ഹോമനൊക്കെ ഇവിടെ എന്തെങ്കിലും തുടങ്ങി എന്താ ഗണപതി ഹോമം കുട്ടികളുടെ അവിടുന്ന് 2-3 കിട്ടണം പറയും. ശരി ഓമന എന്ന് പറഞ്ഞിട്ട് രീതിയും ഭക്ഷണം കഴിക്കാൻ ഞാൻ അങ്ങനെ വരാറില്ല. ഒരു തവണ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഇവന്തും ചിലപ്പോൾ നിർബന്ധിച്ച വിലാസൻ്റെ കൂടെ എടുത്തിട്ട് ഒരു പിടി ഭക്ഷണം കഴിക്കാം. ഭക്ഷണം വേണ്ട, പണ്ടൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ആഗ്രഹം, ഇപ്പോൾ ആർക്കും ഭക്ഷണം വേണ്ട. എന്നാലും എൻ്റെ പടിക്ക് കൂടെ ഇങ്ങനെ ആൾക്കാർ വരുന്ന കാണുമ്പോൾ, എല്ലാ തിങ്കളാഴ്ചയും ഇവിടേക്ക് ആൾക്കാർ വരുന്ന കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം പണ്ട് ഞാൻ പഠിക്കലിരിക്കുമ്പോൾ ആൾക്കാർ പോകുന്നത് ആനച്ചില്ലി ഗോവിന്ദ എഴുത്തച്ഛൻ്റെ വീട്ടിലേക്കാണ്. കർക്കിടക മാസം 30 ദിവസം അവിടെ കഞ്ഞി വെച്ച് വർഷമുണ്ടാവും. പാത്രം അന്ന് സ്വന്തം പാത്രമില്ല, വീട്ടുകളുടെ പാത്രം കടം മേടിച്ചിട്ട് ഒരു മുരിഞ്ഞക്കൂട്ടാനും കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മാറി വന്ന ഗവൺമെൻറ് ഒക്കെ ഭരിച്ച് നമുക്കിപ്പോൾ ദാരിദ്ര്യമൊന്നുമില്ല. അതേമാതിരിക്ക് ഇവിടേക്കുള്ള റോഡ് ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുബ്രഹ്മണ്യ മെമ്പറായിരിക്കുമ്പോഴാണ് തോന്നുന്നു ഇവിടേക്ക് റോഡ് അനുവദിച്ച് റോഡ് പണി നടത്തിയത്. ഇങ്ങനെ റോഡ് പണി ബാക്കിയുണ്ട്. അപ്പം ഇനി വരുന്ന മെമ്പർമാർ അത് കുറച്ചും കൂടി നന്നാക്കിയിട്ട് ആ റോഡൊക്കെ ഇത് ചെയ്തിട്ട് ഇത് ചെയ്യാൻ സഹായിക്കട്ടെ. എന്തായാലും ഈ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ ഉദ്ഘാടനം ആയി ബന്ധപ്പെട്ട് ഈ പരിപാടി ഇത്രയും ഭംഗിയായി നടത്താൻ സാധിച്ച രാമചന്ദ്രനും അതിൻ്റെ മാതൃസമിതിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. തിരുമല ശിവക്ഷേത്രത്തിൽ നടന്ന പരിപാടികൾ ഒരുപാട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതുകൊണ്ട് ഇത് 2 പാർട്ടുകളായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.